തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ADGP MR അജിത് കുമാറിനെതിരെ മൊഴി നൽകി മന്ത്രി കെ രാജൻ. സംഭവ ദിവസം MR അജിത് കുമാറിനെ പലതവണ ഫോൺ വിളിച്ചിട്ടും എടുത്തില്ലെന്ന് മന്ത്രി. ADGP സ്ഥലത്തുണ്ടായിരുന്നെന്ന് അറിഞ്ഞാണ് ഫോൺ ബന്ധപ്പെടാൻ ശ്രമിച്ചതെന്നും കെ രാജൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ ADGPയുടെ വിശദീകരണം അന്വേഷണ സംഘം രേഖപ്പെടുത്തും. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടൊരുക്കങ്ങൾ നടക്കുമ്പോഴും കഴിഞ്ഞ വർഷം പൂരം അലങ്കോലപ്പെട്ടതിന്റെ അന്വേഷണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ത്രിതല അന്വേഷണമാണ് സംഭവത്തിൽ പ്രഖ്യാപിച്ചത്. പോലീസ് ഒഴികെയുള്ള മറ്റു വിഭാഗങ്ങളുടെ വീഴ്ചയെ സംബന്ധിച്ച് അന്വേഷിച്ച മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട് മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ളത്. DGPയുടെ അന്വേഷണം അവസാനഘട്ടത്തിലാണെന്നാണ് വിവരം. ഈ മാസം തന്നെ DGP സർക്കാരിന് റിപ്പോർട്ട് നൽകിയേക്കും. അതേസമയം ADGP MR അജിത് കുമാറിനെതിരെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ മന്ത്രി കെ രാജൻ നൽകിയ മൊഴി. ADGP സ്ഥലത്തുണ്ടെന്നറിഞ്ഞ് പലതവണ അജിത് കുമാറിനെ ഫോൺ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്നാണ് മന്ത്രിയുടെ മൊഴി. വിഷയത്തിൽ ADGPയുടെ വിശദീകരണം അന്വേഷണ സംഘം രേഖപ്പെടുത്തും. എന്നാൽ മൊഴി വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി പ്രതികരിച്ചു. ADGP ഫോൺ എടുത്തില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞതാണെന്നും മൊഴി കൊടുത്തത് മറച്ചുവെക്കേണ്ട ആവശ്യമില്ലെന്നും കെ രാജൻ വ്യക്തമാക്കി. പൂരവുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണം കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും ആ പൂരത്തിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളുകളോടുള്ള അഭിപ്രായം ചോദിച്ചു. മാധ്യമങ്ങളുടെ മുമ്പാകെ വളരെ പരസ്യമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മൊഴിയിലും കൊടുത്തത്. അതിപ്പോൾ വിവാദമാക്കേണ്ട ഒരു പ്രശ്നവും സാധാരണ നിലയിലില്ല. അന്വേഷിക്കാൻ തീരുമാനിക്കുന്ന ഏജൻസി സാധാരണ എല്ലാവരോടും മൊഴിയെടുക്കും. അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെയും മൊഴിയെടുത്തു. പറയാനുള്ള എല്ലാ കാര്യങ്ങളോടും മാധ്യമങ്ങളോട് പറഞ്ഞ നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. മൊഴി കൊടുത്തത് രേഖാപ്രകാരമാണ്. തൃശൂർ ഇത്തവണത്തെ പൂരത്തെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. എല്ലാ കൃത്യതയോടും കൂടിയാണ് ഇത്തവണത്തെ പൂരം തയ്യാറാക്കിയിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനുണ്ടായ ഏകോപനമില്ലായ്മയും ദേവസ്വം ബോർഡുകളുടെ ഇടപെടലുമാണ് പൂരം അലങ്കോലപ്പെടാനുള്ള കാരണമെന്ന റിപ്പോർട്ടാണ് അജിത് കുമാർ നൽകിയിരുന്നത്. പോലീസിന്റെ അനാവശ്യ നിയന്ത്രണങ്ങളാണ് തൃശൂർ പൂരം പ്രതിസന്ധിയിലാക്കിയതെന്ന വലിയ വിമർശനവും ഉയർന്നിരുന്നു. എന്നാൽ പൂരം അലങ്കോലപ്പെട്ടതിൽ തുടക്കം മുതൽ തന്നെ MR അജിത് കുമാറിനെതിരെ ആക്ഷേപങ്ങൾ ഉയരുകയും രാഷ്ട്രീയ വിഷയമായി സംഭവം മാറുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.